സോഷ്യൽ മീഡിയയിലെ വമ്പൻ പ്രകടനങ്ങൾ അളന്നുതൂക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വീണ്ടും ഒന്നാം റാങ്ക് കിട്ടിയത് വാർത്ത കേട്ട് ആരും അത്രയ്ക്ക് ഞെട്ടേണ്ടതില്ല. 2026 മെയ് 1 മുതൽ ഓഗസ്റ്റ് 15 വരെയുള്ള 3.5 മാസത്തെ മന്ത്രിമാരുടെ ഡിജിറ്റൽ പ്രകടനം പരിശോധിച്ചപ്പോൾ പ്രധാനമന്ത്രി തന്നെ ഒന്നാമതെത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കേന്ദ്ര ക്യാബിനറ്റ് യോഗത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഈ ഡിജിറ്റൽ റിപ്പോർട്ട് കാർഡിൽ കാണുന്നത് സർക്കാരിന്റെ വികസന നയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചതിന്റെ കണക്കുകളെക്കാൾ ഉപരി രാജ്യത്തെ യുവതലമുറയെ കയ്യിലെടുക്കാൻ എന്തൊക്കെ നാടകങ്ങളാണ് ഇൻസ്റ്റഗ്രാമിലും എക്സിലും അരങ്ങേറുന്നതിന്റെ കൃത്യമായ തെളിവാണ്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ രാജ്യത്തെ യുവാക്കൾ നടത്തിയ പ്രക്ഷോഭത്തിൽ വലഞ്ഞ് മോദി അർദ്ധരാത്രിയിൽ ഇൻസ്റ്റഗ്രാമിൽ വന്ന് കാട്ടിക്കൂട്ടിയ വിദ്യകൾ ആരും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. ഹലോ ഫ്രണ്ട്സ് എന്നും പറഞ്ഞ് ഒരു വീഡിയോ അങ്ങ് ഇറക്കി തനിക്ക് ജൻസികളുടെ പൾസ് അറിയാമെന്ന് കാണിക്കാൻ. വർഷങ്ങളായി തുടർന്നു പോകുന്ന ചട്ടക്കൂടുകൾ മാറ്റിവെച്ച് മൻ കി ബാത്തിന്റെ റേഡിയോ ബോറടികൾ തൽക്കാലം നിർത്തിവെച്ച് ഇൻസ്റ്റഗ്രാം റീൽസുകളിലേക്ക് ശ്രദ്ധ മാറ്റിയത് തികച്ചും യാദൃശ്ചികമല്ല. രാജ്യത്തെ ജൻസി പ്രക്ഷോഭങ്ങൾ ആളിക്കത്തുകയും സർക്കാരിനെതിരെയുള്ള അസ്വാരസ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി വൻതോതിൽ പടരുകയും ചെയ്തപ്പോഴാണ് പ്രധാനമന്ത്രിക്ക് പെട്ടെന്ന് ജൻസിയുടെ വഴിയെ സഞ്ചരിക്കാമെന്ന് തോന്നി തുടങ്ങിയത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രതിഷേധങ്ങളും കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പ്രക്ഷോഭങ്ങളും കേന്ദ്ര സർക്കാരിന്റെ പ്രതിച്ഛായക്ക് വലിയ രീതിയിലാണ് മങ്ങലേൽപ്പിച്ചത്. യുവാക്കൾ സോഷ്യൽ മീഡിയയിലൂടെ സർക്കാരിന്റെ പരാജയങ്ങൾ തുറന്നു കാട്ടിയപ്പോൾ അതേ സോഷ്യൽ മീഡിയയിൽ കൂടി യുവാക്കളെ കയ്യിലെടുക്കാമെന്ന് കരുതി. ബുധനാഴ്ചത്തെ ക്യാബിനറ്റ് യോഗത്തിൽ ഇൻസ്റ്റഗ്രാമും എക്സും ഫേസ്ബുക്കും അളന്നു തൂക്കിയുണ്ടാക്കിയ റാങ്കിംഗ് റിപ്പോർട്ടിൽ പോസ്റ്റുകളുടെ എണ്ണവും കിട്ടിയ ലൈക്കുകളും ഫോളോവേഴ്സിന്റെ പെരുപ്പവും നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെയാണല്ലോ മാനദണ്ഡം. അങ്ങനെയെങ്കിൽ മാർക്കറ്റിംഗിലും ക്യാമറയ്ക്ക് മുന്നിലും അഭിനയത്തിലും പബ്ലിസിറ്റി സ്റ്റണ്ടുകളിലും പണ്ടേ മാസ്റ്റർ ബിരുദമുള്ള പ്രധാനമന്ത്രിക്ക് ഒന്നാം റാങ്ക് കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതുമാത്രമല്ല, യുവാക്കളുമായി സംവദിക്കാനും പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ കൂടുതൽ സജീവമാകാനും മോദി മന്ത്രിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും മാധ്യമപ്രവർത്തകരുടെ വാർത്താ സമ്മേളനങ്ങളിൽ നിന്നും കൃത്യമായി ഒളിച്ചോടുകയും അതേസമയം സോഷ്യൽ മീഡിയയിലെ എഡിറ്റ് ചെയ്ത വീഡിയോകളിലൂടെയും ഇൻസ്റ്റഗ്രാം ഫിൽറ്ററുകളിലൂടെയും സൗഹൃദപരമായ പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുകയും ചെയ്യുന്നത് ഒരു ഒന്നാന്തരം കൺകെട്ട് വിദ്യ തന്നെയാണ്. ജൻസി തലമുറയുടെ പിന്തുണ പോയി എന്ന് തോന്നുമ്പോഴേക്ക് അവരുടെ ഭാഷയും അവരുടെ പ്ലാറ്റ്ഫോമുകളും കടമെടുത്ത് കളിക്കുന്നത് കാണുമ്പോൾ ജൻസികളെ പിണക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ചുരുക്കത്തിൽ നാടകീയമായ വീഡിയോകളും സ്ട്രാറ്റജിക് പോസ്റ്റുകളും കൊണ്ട് ഡിജിറ്റൽ ഇൻഫ്ലുവൻസർമാരുടെ റാങ്കിംഗ് പട്ടികയിൽ വേണമെങ്കിൽ പ്രധാനമന്ത്രിക്ക് ഒന്നാമതെത്താം. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ജനങ്ങൾ നേരിടുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലെ ഒരു ലൈക്കും ഷെയറും പരിഹാരമാകില്ല. ക്യാമറയ്ക്കും അൽഗോരിതത്തിനും പുറത്തുള്ള യഥാർത്ഥ ഇന്ത്യയിലെ യുവാക്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് റീൽസുകളല്ല, വ്യക്തമായ മറുപടിയാണ് ആവശ്യം.